ബലിപെരുന്നാൾ അവധി ദിവസങ്ങളിൽ ദുബായിലെ പൊതുഗതാഗത സംവിധാനം വഴി യാത്ര ചെയ്ത് 82 ലക്ഷം പേർ. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത്. ഏറ്റവും കൂടുതൽ പേർ ഗതാഗതത്തിനായി ഉപയോഗിച്ചത് മെട്രോയാണെന്നും കണ്ടെത്തി. ദുബായിലെ സുഗമമായ യാത്രാ സൗകര്യങ്ങളും ആർടിയുടെ കാര്യക്ഷമമായ ക്രമീകരണങ്ങളുമാണ് ഇത്രയും വലിയ ജനപങ്കാളിത്തം ചുരുങ്ങിയ ദിവസങ്ങളിൽ കൈവരിക്കാൻ സഹായിച്ചത്. യാത്രക്കാരുടെ എണ്ണത്തിൽ ഇത്തവണയും ദുബായ് മെട്രോ തന്നെയാണ് മുന്നിൽ. മെട്രോയുടെ റെഡും ഗ്രീനും ലൈനുകളിലെ ആകെ 33 ലക്ഷം ആളുകൾ യാത്ര ചെയ്തു. ദുബായ് ട്രാം വഴി 1,14,000-ലേറെ പേരും പൊതു ബസ്സുകൾ വഴി 17.3 ലക്ഷം പേരും തങ്ങളുടെ യാത്രകൾ പൂർത്തിയാക്കി. കൂടാതെ വാട്ടർ ടാക്സികളും ഫെറികളും ഉൾപ്പെടുന്ന മറൈൻ ട്രാൻസ്പോർട്ട് സർവീസുകളെ 3 ലക്ഷത്തിലേറെ യാത്രക്കാർ ആശ്രയിച്ചതായും RTA വ്യക്തമാക്കി. ദുബായ് ടാക്സിയും മറ്റ് ഫ്രാഞ്ചൈസി കമ്പനികളുടെ വാഹനങ്ങൾ ഉൾപ്പെടുന്ന ടാക്സി സർവീസുകൾ വഴി 23 ലക്ഷം പേരാണ് ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിയത്. സ്മാർട്ട് ആപ്പ് അധിഷ്ഠിതമായ വാഹനങ്ങൾ, മണിക്കൂർ അടിസ്ഥാനത്തിലുള്ള വാടക വാഹനങ്ങൾ, ആവശ്യാനുസരണം ലഭ്യമാകുന്ന ബസ് സർവീസുകൾ എന്നിവ ഉൾപ്പെടുന്ന ഷെയർഡ് മൊബിലിറ്റി സംവിധാനങ്ങൾ വഴി 4 ലക്ഷത്തിലേറെ പേരും യാത്ര ചെയ്തു. കോവിഡിന് ശേഷമുള്ള ഏറ്റവും സജീവമായ പെരുന്നാൾ ദിവസങ്ങളിൽ നഗരത്തിലെ ഗതാഗത സംവിധാനം തടസ്സമില്ലാതെ ഉറപ്പാക്കാൻ RTA കഴിഞ്ഞുവെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ജനം, ദുബായ്.